ഹലോ ഹഗിയ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അനുമോൾ ജോളി തോട്ടത്തുമിയാലിൽ. ആരാണ് ഹഗിയ എന്ന് ചിന്തിക്കുന്നുണ്ടോ? എൻ്റെ കുഞ്ഞി മാലാഖയാണ്. എൻ്റെ മോളുടെ പേരാണ് ഹഗിയ. അവൾക്ക് 1 വയസ്സാവുകയാണ്. അപ്പോൾ അവളുടെ 1 വയസ്സിൽ അവൾക്ക് 1 വയസ്സാവുമ്പോൾ എനിക്ക് അവൾക്കൊരു അടിപൊളി ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവൾക്ക് വേണ്ടി ഒരു കുഞ്ഞ് ഗിഫ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗിഫ്റ്റിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണിത്. ഇത് എല്ലാ പാരൻസിനും യൂസ്ഫുൾ ആകുന്ന ഒരു ഗിഫ്റ്റ് ആയിരിക്കും ഞാൻ വിചാരിക്കുവാണ്. നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് പലരും പറയാറുണ്ട്, ഫിനാൻസിനെ പറ്റി, മണി മാനേജ്മെന്റിനെ പറ്റിയിട്ടൊന്നും ആരും പഠിപ്പിച്ചിട്ടില്ല എന്ന്. അപ്പോൾ അങ്ങനെ വേറൊരാളെ ബ്ലെയിം ചെയ്ത് അല്ലെങ്കിൽ വേറൊരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ ബ്ലെയിം ചെയ്ത് ഇരിക്കുന്നതിൽ കാര്യമുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടില്ല. നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുക അത് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. എല്ലാം നമുക്ക് മറ്റുള്ളവരുടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല, കുറച്ചൊക്കെ നമ്മൾ തന്നെ ചെയ്യണ്ടേ. അപ്പൊ അതുകൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞിമോൾക്ക് ഒരു ഗിഫ്റ്റ് റെഡിയാക്കി. ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ പറ്റി അല്ലെങ്കിൽ മണി മാനേജ്മെന്റിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്ന ഒരു കുഞ്ഞി സ്റ്റോറി ബുക്ക്. ഇതിൽ ഏറ്റവും വലിയ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഞാൻ ഡിസൈനിങ്ങിനെങ്കിലും വേറെ ആരെങ്കിലും ഏൽപ്പിക്കും. ഇപ്രാവശ്യം ഡിസൈനിങ് ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്തത്. എനിക്ക് തന്നെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ബുക്ക് പക്ഷെ എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഞാൻ ഉണ്ടാക്കിയെന്നുണ്ടെങ്കിലും അവളിപ്പോൾ വായിക്കാനൊന്നും ആയിട്ടില്ലല്ലോ. അവൾക്കത് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുവാണ്. അപ്പം നിങ്ങളുടെ പിള്ളേർക്ക് ആർക്കെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റോറി ബുക്കൊക്കെ വായിക്കാൻ പറ്റുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ഞാനൊരു കോപ്പി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ലിങ്ക് ഉണ്ടാവും കേട്ടോ. ഞാൻ ബുക്കിന്റെ ഒരു സ്റ്റോറി, കുറേ സ്റ്റോറീസ് ഉണ്ട്, അതിലൊരു സ്റ്റോറി നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഹഗിയ ലേൺസ് ടു വെയിറ്റ് ഫോർ ഹെർ ഡ്രീംസ്. ഈ പുസ്തകം ചുമ്മാ കുറച്ച് സ്റ്റോറീസിന്റെ കളക്ഷൻ അല്ല കേട്ടോ. ഞാനിങ്ങനെ ഒരു കുട്ടിക്ക് ഒരു കോയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മുതൽ ഫിനാൻഷ്യൽ വിസ്ഡം, എങ്ങനെ സേവ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം, എല്ലാം ഒരു നന്ദിയോടെ കാണണം, അങ്ങനത്തെ ഒക്കെ ബേസ് ചെയ്തിട്ട് ഓരോരോ സ്റ്റോറി അങ്ങനെ ഉണ്ടാക്കിയേക്കണേ. ഒന്നിനകത്ത് നമ്മൾ കോയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, നോട്ട്സിനെ പറ്റി പറയുന്നതുണ്ട്, പിന്നെ സേവ് ചെയ്യുന്നതിനെ പറ്റിയുണ്ട്, പെട്ടെന്ന് പോയി സാധനം വാങ്ങരുത്, ഇമ്പൾസ് ബൈസും ചെയ്യരുത് എന്നുള്ളതിനെ പറ്റിയുണ്ട്, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുന്നതിന്റെ കാരണങ്ങളെ പറ്റിയിട്ട്. ചെറിയ കഥയാണ്, പക്ഷെ അവർക്ക് മനസ്സിലാവും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണമെന്നുള്ളത്. പിന്നെ ഫിനാൻഷ്യലി ഫ്രീ ആവുന്നതിന്റെ ബെനിഫിറ്റ്സ് എന്താണ്, നന്ദിയുള്ളവരായിരിക്കണം, എല്ലാം ദൈവത്തിന്റെ ദാനമാണ് എന്ന് ചിന്തിക്കണം, അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട്. അങ്ങനെ ഒത്തിരി സ്റ്റോറീസ് ഉണ്ട്. പിന്നെ ഫിനാൻഷ്യൽ മിനിമലിസത്തിനെ പറ്റിയുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം മതി എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ കൊച്ചുണ്ടായി കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര സംശയമാണ്, എങ്ങനെ ഇവർക്ക് ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, എങ്ങനെയാണ് കോയിൻസിനെ പറ്റി പറയാം, എങ്ങനെയാണ് നോട്ട്സിനെ പറ്റി പറയാം. ഇതൊക്കെ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി വരുമായിരിക്കും കേട്ടോ. പക്ഷെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, സമയമൊക്കെ എങ്ങനെയാ പഠിപ്പിച്ചു കൊടുക്കുക, എങ്ങനെയാ ക്ലോക്ക് നോക്കാൻ പഠിപ്പിച്ചു കൊടുക്കുക എന്നൊക്കെ. അതൊന്നും ഇതിനകത്തില്ല കേട്ടോ. പക്ഷെ ഞാനൊരു ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് ആണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ കുട്ടിക്ക് എനിക്ക് നന്നായിട്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ. കണ്ണിലെ തടിക്കഷ്ണം എടുത്ത് മാറ്റിയിട്ട് വേണം വേറൊരാളുടെ കണ്ണിലെ തടിക്കഷ്ണം എടുക്കാൻ പോകണ്ടേ, അങ്ങനെയല്ലേ പറയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു ബുക്ക് ഉണ്ടാക്കിയതാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വളർന്നു വന്നപ്പോൾ നമുക്ക് കിട്ടാത്ത കാര്യങ്ങളാണല്ലോ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുക അല്ലേ. അതുപോലെ നിങ്ങളും വളർന്നു വന്നപ്പോൾ നിങ്ങൾക്ക് മണി മാനേജ്മെന്റിനെ പറ്റിയിട്ടൊന്നും വലിയ അറിവുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ, അത് കാരണം നിങ്ങൾ ഒരുപാട് മിസ്റ്റേക്സ് വരുത്തിയെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ബുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റിയിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുള്ളൂ എന്നാണെങ്കിൽ, നിങ്ങൾക്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ബുദ്ധിമുട്ടാണെങ്കിൽ അതിന്റെ കൺസൾട്ടേഷൻ ഞാൻ എടുക്കുന്നുണ്ട്. അതിനും താഴെ ലിങ്ക് ഉണ്ട്, അതിൽ കയറുക, ഫോം ഫില്ല് ചെയ്ത് അയക്കുക. ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് ഞാൻ നിങ്ങളുമായിട്ട് മീറ്റിംഗ് വെച്ചിട്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ച് എങ്ങനെയാണോ നമ്മൾ പൈസ മാനേജ് ചെയ്യേണ്ടത്, എത്ര സേവ് ചെയ്യണം, എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, ഏത് കടം ആദ്യം തീർക്കണം, ഏത് കടം അവസാനം തീർക്കണം എന്നൊക്കെ പറഞ്ഞുതരും. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫ് സെക്യൂർ ആക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യണം, നിങ്ങളുടെ ഫയർ എമൗണ്ട്, അതായത് നിങ്ങൾ റിട്ടയർ ആവാൻ വേണ്ടി നിങ്ങൾക്ക് എത്ര രൂപ ആവശ്യമുണ്ട് എന്നൊക്കെയുള്ളത് ഞാൻ പറഞ്ഞുതരും. അതിന് ഫിനാൻസ് കൺസൾട്ടേഷനിൽ ജോയിൻ ചെയ്യാം.
ഒരുപാട് പേര് ജോയിൻ ചെയ്തായിരുന്നു. അവരുടെയൊക്കെ റിവ്യൂസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഫിനാൻഷ്യലി സ്മാർട്ട് ആയിട്ടുള്ള, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള, വൈസ് ആയിട്ടുള്ള ഒരു ജനറേഷനെ വാർത്തെടുക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചതുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.